it's Namida. Welcome to our podcast. It's all about sisters. ഇത് നമ്മുടെ ഫസ്റ്റ് പോഡ്കാസ്റ്റ് എപ്പിസോഡാണ്. അപ്പോൾ ഞങ്ങളുടെ പോഡ്കാസ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഈ പോഡ്കാസ്റ്റ് എപ്പിസോഡിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് പറഞ്ഞെടുത്ത് Never have I ever. നെവർ ഹാവ് എവർ കുറച്ചും കൂടി സ്പൈസി ആക്കാൻ വേണ്ടി വി ഹാവ് Ta-da! റെഡ് ചില്ലി സോസ്. അപ്പോൾ ഞങ്ങൾ ഇവിടെ ഒരു 10 to 12 ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ചേച്ചി പ്രിപ്പയർ ചെയ്തിട്ടില്ല? ഞാൻ കണ്ടിട്ടില്ല, ഞങ്ങൾ തമ്മി ക്വസ്റ്റ്യൻസ് കണ്ടിട്ടില്ല. അപ്പോൾ നമുക്കൊരു ഹോണസ്റ്റ് ആൻസർ തന്നെയായിരിക്കും നമുക്ക് കിട്ടുന്നത്. എല്ലാ സത്യങ്ങളും ഇപ്പം അറിയാൻ പറ്റും. ചേച്ചിയുടെ ഇപ്പം അറിയാൻ പറ്റും, എൻ്റെ മാത്രമല്ല. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ഞാൻ ചോദിക്കട്ടെ? ഓക്കെ. നെവർ ഹാവ് ഐ എവർ സ്റ്റോളൻ സംവൺസ് ലഞ്ച്. അങ്ങനെ സ്റ്റോൾ ചെയ്തിട്ടില്ല. പിന്നെ ഷെയറിംഗ് ആയിരിക്കുമല്ലോ. കട്ടെടുത്തിട്ടൊന്നുമില്ല. എന്താണ് നമ്മ തന്നെ കൊണ്ടുവരുന്നത് ലഞ്ച്, പിന്നെ മറ്റുള്ളവരുടെ കട്ടെടുക്കണെങ്കിലാണ്. നമ്മുടെ തന്നെ അവിടെ വെക്കുമ്പോ തന്നെ എല്ലാം തീരും. പിന്നെ ഇങ്ങോട്ട് കട്ടെടുക്കാനാണ് എല്ലാം. അപ്പൊ തന്നെ ഫുഡൊക്കെ തീരും അവിടെ എത്തുമ്പോ തന്നെ. ഷെയറിങ് നടക്കാറുണ്ട്. നമ്മ അങ്ങനെ കട്ടെടുക്കണ പരിപാടി ഒന്നുമില്ല. എന്താ ചോദിച്ചാൽ തരും. നമ്മ ക്ലാസ്സില് ഫ്രണ്ട്സ് പോലെ അത്ര നാള് ഫ്രണ്ട്സ് ആയിട്ട് ഇരിക്കണവര് ചോദിച്ചാൽ തരും. എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിലും ഞങ്ങൾ ചോദിച്ചില്ലെങ്കിലും നേരത്തെ പാത്രത്തിൽ എടുത്തു വെക്കും. അങ്ങനത്തെ ഇതാണ്. അപ്പൊ അങ്ങനെ ഇടക്ക് നമുക്ക് ഫുഡ് കിട്ടിയാ കൊള്ളാന്നൊരു മനസ്സുണ്ട്. അല്ലാണ്ട് സ്റ്റോളൻ അങ്ങനെ ഒന്നും നടന്നിട്ടില്ലല്ലോ. സ്റ്റോൾ ചെയ്തിട്ടില്ല. ചോദിച്ചോ? Never have I ever used the men's toilet because the ladies' line was too long. I have never. Okay. ഞാൻ എനിക്ക് നല്ല കപ്പാസിറ്റി ഉള്ള കൂട്ടത്തിലാണ്. അതുകൊണ്ട് ഇതുവരെ ചെയ്തുകൊണ്ട് വന്നിട്ടില്ല. ഭാവിയില് ഇല്ല വരേണ്ടി വരൂല എന്നാണ് എന്റെ വിശ്വാസം. അപ്പൊ ചേച്ചിയുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ, നെവർ ഹാവ് ഐ എവർ enjoyed studying. Never. എന്താണ് എക്സ്പ്ലെയിൻ ചെയ്തത്? ഇതുവരെ അങ്ങനത്തെ തോന്നിയിട്ടില്ല. എൻജോയ് സ്റ്റഡിങ്, എൻജോയ് പ്ലേയിങ് എന്ന് പറഞ്ഞാൽ കറക്റ്റ് ആണ്. വേറെ വല്ല കാര്യം പിന്നെ കൊള്ളായിരുന്നു. സ്റ്റഡിങ് ടൈപ്പല്ല, അങ്ങനത്തെ ഒരു ഇതാണല്ലേ. ഓക്കെ, ചോദിച്ചോ സെക്കൻഡ് ക്വസ്റ്റ്യൻ അല്ലേ? ഓക്കെ. Never have I ever. Never have I ever urinated in public. സത്യം പറയുക. എടുത്തോ. ബൈ. എക്സ്പ്ലെയിൻ. ജീവനുണ്ടെങ്കിൽ അത് കുറച്ച് കറച്ചെടുത്തോട്ടോ. സ്ലോ മതി. ഒരു ഗ്ലാസ് എടുത്താ മതിയായിരുന്നല്ലേ? പിന്നെ ഓക്കെ. ഫസ്റ്റ് ടേസ്റ്റ് ഇല്ല. ഭയങ്കര ടേസ്റ്റ്. അത് മുഴുവൻ കഴിക്കണം. മതി. അയ്യോ, മതി എന്നല്ല പറഞ്ഞത്, കഴിക്കണമെന്ന് പറഞ്ഞത്. ഇനി ഇങ്ങനെ ഉണ്ടാവാതിരിക്കും. ഓക്കെ. ഇനി കുറച്ച് കഴിയുമ്പോ ചുമയും ഛർദിലും എല്ലാം വരും. സ്പൈസിനേലും കുറച്ച് സോൾട്ടി ആണ് എനിക്ക് തോന്നുന്നത്. പണി തരാം. അവൾ തന്നെ വേണമെന്ന് പറഞ്ഞ ഈ സാധനം എന്റെ ഐഡിയ ആയിരുന്നു സത്യം. ഇനി ക്വസ്റ്റ്യൻസില്ലേ കിടക്കണില്ലേ? പണി തരാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നെവർ ഹാവ് ഐ എവർ നോക്കല്ലേ നെവർ ഹാവ് ഐ എവർ സെൻഡ് എ ലവ് നോട്ട്. യെസ്. ഓഫ് കോഴ്സ്. ആരോടാണ്? അങ്ങനെയൊന്നുമില്ല. ഒഴിച്ചായി 2 ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പാടില്ല. അടുത്ത ക്വസ്റ്റ്യൻ ആയിട്ട് ഞാൻ ചോദിക്കാം. ഇല്ല, ഇത് കഴിയുമ്പോ പറഞ്ഞോ എനിക്ക് സീക്രട്ട് ആയിട്ട് പറഞ്ഞു. സീക്രട്ട് ആയിട്ട് ഞാൻ പിന്നെ പറഞ്ഞു. ഫസ്റ്റ് ചിയേഴ്സ്.
Cheers. ഓക്കെ ബൈ 9. ഇല്ല കുറച്ച് ഇതെന്താണ് മറത്തിട്ട് എടുത്തു വെക്കണോ? എങ്ങനെയുണ്ട്? മാങ്ങച്ചാറ് ടേസ്റ്റ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണല്ലേ. നെവർ ഹാവ് ഐ എവർ ഫ്ലേർട്ടഡ് വിത്ത് someone to get a free drink. Free Drink. drink. I have never. Okay. രസത്തിന് ഫ്ലേർട്ട് എങ്കിലും ഡ്രിങ്കിന് വേണ്ടി ഐ ഹാവ് നെവർ. Okay. ഞാൻ ചോദിക്കട്ടെ. Never have I ever had a water fight. ഇല്ല. ഓക്കെ. ഞാൻ ആലോചിക്കട്ടെ. വാട്ടർ ഫൈറ്റ് വെള്ളം ഇങ്ങനെ ഒഴിച്ച് ഞാൻ കുറെ പേര് കണ്ടിട്ടുണ്ട്, പ്രത്യേകിച്ച് ബോയ്സ്. പണ്ട് കുഞ്ഞിലെ വാട്ടർ ബോട്ടിൽ വെച്ച് ചെയ്തിട്ടുണ്ട്. വാട്ടർ. ഓക്കെ. പക്ഷെ ഭയങ്കരമായിട്ട് കുഞ്ഞിലായിരിക്കും, ഒരു 5 5th സ്റ്റാൻഡേർഡിൽ വെച്ചോ? എന്നാലും യു ഹാവ്. ഇതിലുണ്ട്. എവിടെ? എനിക്ക് കാണാൻ പറ്റല്ലോ. ഇതെന്താ? അതെ. എങ്ങനെയുണ്ട്? പിന്നെ മാങ്ങാച്ചാറ് കുറച്ചും കൂടെ എടുക്കട്ടെ? ഓക്കെ, വെരി ഗുഡ്. നെവർ ഹാവ് ഐ എവർ ഷേവ്ഡ് മൈ ഹെഡ്. അടുത്ത് വെച്ചു. ഷേവ്ഡ് ചെയ്തിട്ടില്ല, എന്നാലും ആ സ്ഥലം മാത്രം ഷേവ് ചെയ്ത പോലെ ഇല്ലേ. ഓക്കെ, അതിന്റെ കാര്യം വേണമെങ്കിൽ പറയാം. അത് നമ്മ പറഞ്ഞിട്ടില്ലേ? ഇല്ല പറഞ്ഞിട്ടില്ല. ഒരു 5th വെച്ചാന്ന് തോന്നേ. വീട്ടിൽ കൈക്കളി നമ്മ മറന്നു പറഞ്ഞു എനിക്കറിയാം. എന്റെ ഐഡിയ ഇരിക്കുന്ന പണിയായി. ഓ പോട്ടെ. ഞാൻ മുഴുവൻ കഴിക്കണോട്ടെ ഇനി. ഓക്കെ, ഞാൻ അത് ചാലഞ്ച് ആയിട്ട് എടുത്തു. കണ്ണും പൂട്ടേ കൊണ്ട് വിഴിക്കോ. Do you want water? Throw up. കുറച്ചുകൂടെ എടുത്ത്. മറ്റേ ഇഷ്ടമുള്ള ഫുഡ് വെച്ചാൽ മതിയായിരുന്നു. ചിക്കൻ പീസൊക്കെ കുഴപ്പമില്ലായിരുന്നു. ചെയ്തിട്ടില്ലെങ്കിലും അങ്ങോട്ട് കഴിക്കോല്ലേ. നോട്ട് ദ പോയിന്റ്. താന്തിനെ കുടിച്ച 2 പ്രാവശ്യം കുടിച്ചതിന്റെ ക്ഷീണം തീർക്കണേക്കും. കമ്പനി ഒന്നല്ലേ ഞാൻ. ഓക്കെ, കഥ പറയാനില്ല. ഷേവ്ഡ് മൈ ഹെഡ്. ഷേവ്ഡ് എന്ന് വിചാരിച്ചാ അങ്ങനത്തെ അല്ല, നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലത്തെ ഷേവ്ഡ് അല്ല. ഞാനൊരു 5th 6th ആ ടൈമായിരുന്നു. ആ ടൈമിൽ വെച്ച് കുഞ്ഞിന്റെ ഒന്ന് മുടി ഒന്ന് പറിക്കാൻ നോക്കിയതാണ്. അതും നെയിൽ കട്ടർ വെച്ചാണ് ഞാൻ പറിക്കാൻ നോക്കിയത്. ചേച്ചി ഉണ്ടായിരുന്നു, ഇവരിങ്ങനെ അമ്മ അറിഞ്ഞില്ല. ഞാനാണെങ്കിൽ തടയാനൊന്നുമില്ല, ചെയ്തോട്ടെ എന്നോർത്ത്. അയ്യടാ, അതായത് ഞാനല്ല ഉപദ്രവം അങ്ങനത്തെ കാര്യങ്ങളും മോശപ്പെട്ട കാര്യം ചെയ്ത അയാളൊന്നും ചെയ്യൂല. അപ്പൊ ഞാൻ സോറി ഹെയർ പ്ലക്ക് ചെയ്യാൻ നോക്കിയതാണ്. റിയാക്ഷൻ ഉണ്ട് കേട്ടോ എന്റെ. സോസിന്റെ അല്ലേ? ഇരിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ പ്ലക്ക് ചെയ്യാൻ നോക്കിയപ്പോ നെയിൽ കട്ടർ വെച്ച പ്ലക്ക് ചെയ്യാൻ നോക്കിയത്. പ്ലക്ക് ചെയ്തപ്പോ അത് ആ മുടിയില് കുടുങ്ങി. അത് പോർന്നില്ല, ഒറ്റ വലിയായിരുന്നു. എനിക്കറിയില്ലായിരുന്നു. അപ്പൊ പിന്നീട് അമ്മ താൻ പറഞ്ഞു കൊടുത്ത്, ചേച്ചിയാണ് പറഞ്ഞു കൊടുത്ത അമ്മേനോട്. അപ്പൊ അമ്മ നോക്കിയപ്പോ ആ ഭാഗം കഷിൻ്റെ ആയിട്ട് നിൽക്കണേ. ഇപ്പൊ മുടിയുണ്ട് ആ ഭാഗത്തും. ആയിട്ട് ഞാൻ പേടിച്ചിട്ട് 5th സ്റ്റാൻഡേർഡിൽ വെച്ചായിരുന്നു. അപ്പൊ സ്കൂളിലൊക്കെ പോകുമ്പോ ഞാൻ വിചാരിച്ച പിള്ളേര് കളിയാക്കുമെന്ന് വിചാരിച്ച് ഞാൻ പിന്നെ ബെഞ്ചിൽ ഇരിക്കണില്ല. ഞാൻ ഇങ്ങനെ മതിലിൽ പോയിട്ട് ഇങ്ങനെ ഇരിക്കണേന്ന്. അതാ ഞാൻ ഷേവ് ചെയ്ത എന്റെ കഥ. മൈ ഷേവിംഗ് സ്റ്റോറി. ഓക്കേ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അവള് ഞാൻ ചെയ്ത കാര്യങ്ങൾ നമുക്ക് അറിയാവുന്നതുകൊണ്ട് അത് മാത്രം എടുത്ത് നോക്കുമായിരിക്കും. Never have I ever taken part in school play. School drama. എനിക്കറിയാം ആ ഫോട്ടോ നിങ്ങൾ കാണണം. നമുക്ക് ആ സൈഡിൽ കൊടുത്തല്ലേ ചേച്ചിയുടെ ഫോട്ടോ. വേണ്ട അതൊരു ചെറിയൊരു സ്ലിപ്പ് പിടിച്ചിട്ട് കഥ പറയണം. ഏത് പ്ലേ ആണെന്ന് പറഞ്ഞാലും ചെറിയൊരു കാര്യമായിരുന്നു. ചെറിയതല്ലോ. ഫ്രഞ്ച് ഫ്രൈസ് എടുക്കട്ടെ മുക്ക്.
പറ ഏത് ക്യാരക്ടറായിരുന്നു പറ. പേര് വന്നില്ല. രാജാരവിവർമ്മയിൽ ഞാൻ രാജാരവിവർമ്മയായിട്ടായിരുന്നു. ഞാൻ രാജാരവിവർമ്മ, പിന്നെ എൻ്റെ കൂടെ പഠിക്കുന്ന എല്ലാവരും അതിൻ്റെ പെയിന്റിങ് ആയിട്ട്. രാജാരവിവർമ്മ നല്ല രസമായിരുന്നു. അതെന്താണ് മിസ് ചേച്ചിനെ കണ്ടപ്പോ രാജാരവിവർമ്മയായിട്ട് തോന്നി? എനിക്ക് രാജാരവിവർമ്മയുടെ പൊക്കോ മണ്ണോ ഉണ്ടായിരുന്നു തോന്നുന്നു. മണ്ണുണ്ട്, പൊക്കോ മണ്ണൊക്കെ കറച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. കൊള്ളാം. അത് ഒരു എപ്പോഴായിരുന്നു 9th സ്റ്റാൻഡേർഡിൽ വെച്ച് എന്തായിരുന്നു? Never have I ever used a fake ID. Okay, bye. Do you want us to tell the story? No, not at all. കൂടുതലായിട്ട് ഒരു സിപ്പ് ചെയ്താൽ മതി. എന്നിട്ട് എക്സിനൊക്കെ സ്റ്റോക്ക് ചെയ്യാൻ. എക്സ് അല്ല, വേറെ ആരെങ്കിലും ഇഷ്ടമല്ല, അയാളറിയാണ്ട് നമുക്ക് സ്റ്റോക്ക് ചെയ്യാൻ തോന്നിയാൽ കുറച്ച് നീച്ചാ പോലെ. ബ്ലോക്ക് ചെയ്ത ആൾക്കാരെ സ്റ്റോക്ക് ചെയ്യാൻ തോന്നി എന്നൊക്കെ ചെയ്യാൻ പറ്റിയ വഴിയാ. ഓക്കെ, തരാം. Never have I ever been suspended from school. No. Suspended ഇല്ല, പണിഷ്മെന്റ് ഒക്കെ ഇട്ടിട്ടുണ്ട്, വീട്ടിൽ നിന്ന് വിളിപ്പിക്കുക, അങ്ങനത്തെ സീനൊക്കെ ഉണ്ടായത്. അല്ലാതെ സസ്പെൻഷൻ ബോയ്സിനൊക്കെ ആണല്ലോ മെയിൻ ആയിട്ട് കിട്ടുക അല്ലേ. ചേച്ചി അതിൽ നിന്ന് രക്ഷപ്പെട്ടു. ഓക്കെ, നെവർ ഹാവ് ഐ എവർ ഫോളൻ ഇൻ ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ്. ഓക്കെ, ഒന്നും ആലോചിക്കേണ്ട കാര്യമില്ല, മുഴുവൻ കുടിച്ചു. ഒരു വലിയ 2-3-5 എപ്പിസോഡിന് പറയാനുള്ള കാര്യമുണ്ടല്ലേ. ഇല്ല. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ചേച്ചി കൊണ്ട് അത് മുഴുവൻ കഴിപ്പിക്കാനുള്ള ഉദ്ദേശങ്ങളാണെന്നാണ് എനിക്ക് തോന്നിയത്. നല്ല എരിവുണ്ടല്ലേ. എന്തെങ്കിലും കുട്ടി കഴിക്കുമ്പോ അറിയൂല. ഇത് കുറച്ച് ഫ്രഞ്ച് ഫ്രൈസ് മേടിക്കായിരുന്നല്ലേ. ഐഡിയ ആയിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അതൊരു പ്രത്യേക തരം കുപ്പിയാണ്. ഞാൻ ആലോചിക്കണ്ട. മൂക്കിന്നൊക്കെ പോകാൻ പോകണ്ടെന്ന്. Never have I ever eaten a bug. പ്രാണി അങ്ങനത്തെ ഞാൻ ചെയ്തില്ലെന്ന് അറിയാലോ. ഈറ്റിംഗ് ഡിസോർഡർ ഉണ്ട്. ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. ഇല്ലേ? ഏയ്, പിന്നെ കഴിക്കാൻ പറ്റിയ സാധനം. കഴിഞ്ഞ ദിവസമല്ലേ ഒരു പല്ലീനെ വറുത്തയച്ചത്? കറിയില്ലാത്തോണ്ട് പല്ലീനൊക്കെ വറുത്തയച്ചതായിരുന്നു. അണ്ട് പകുതി നീയും കഴിക്കണുണ്ടായിരുന്നു. ചോറും അച്ചാറും ആ പല്ലിയുടെ. ഞാൻ വാലിന്റെ ഭാഗം ചേച്ചി തലയുടെ ഭാഗം. ഇതിന് സത്യം മാത്രം പറയുക. കാര്യം എനിക്കറിയാൻ പാടില്ല. മുമ്പാകെ സത്യം മാത്രം പറയുള്ളൂ എന്നാണ്. Never have I ever eaten leftover food from another table of a restaurant. അയ്യേ, സത്യം പറയണം. ഇല്ല ഇല്ല, നീ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ല അപ്പുറത്തെ പാത്രത്തിൽ എന്തോ കഴിച്ചെന്ന്. ഇല്ല ഇല്ല ഇല്ല, ചേച്ചിയുടെ പാത്രത്തിൽ അമ്മയുടെ പാത്രത്തിൽ അതുപോലെ കൊടുക്കാറില്ല. പിന്നെ അതുപോലെ തരാറില്ല. ഇവിടെ ഭയങ്കര ഇതാണ്, ഫുഡ് പഴക്കം പാടില്ല. അതുകൊണ്ട് ആരോടെ വലിയവന്റെ തൊട്ടടുത്ത ടേബിളിൽ കഴിക്കൂല. ഞാനാട്ടോ ഇപ്പ അവര് പകുതി കുഴിമന്തി കഴിച്ച് വെച്ചേക്കണായിരുന്നു. അവളതെടുത്ത് അവളതുകൊണ്ട് ഒരു അൽഫം മാത്രം വാങ്ങിച്ചോ സമയത്ത്. ഇല്ല ഇല്ല ഇല്ല, അങ്ങനത്തെ താനെടുക്കും അത്. ഓക്കെ, ചോദിക്കട്ടെ. Never have I ever re-gifted a gift. ഒരാളെന്നാ ഗിഫ്റ്റ് റീഗിഫ്റ്റ് ചെയ്തിട്ടുണ്ടോ? ഇല്ല 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 ഇല്ല. ക്രിസ്മസിന് നിനക്ക് ഒരു നിന്നിട്ടുണ്ടാവും, അല്ലാണ്ട് വേറെ കൊടുത്തിട്ടുണ്ടാവൂല. ഇരിക്കുന്നതെന്ന് നിനക്ക് കഴിച്ച തന്നെ വല്ല തൊണ്ടായിരിക്കും. അല്ലാണ്ട് കയ്യിൽ പിടിച്ചോ സാധനം?
ഓക്കെ എന്തോ എന്തോ പണിയാണെന്നാണ്. പിടിച്ചോ, എന്തായാലും വേണം വരെ പോകണ്ട. നെവർ ഹാവ് ഐ എവർ ഡ്രോപ്ഡ് മൈ ഫോൺ ഇൻ എ ടോയ്ലറ്റ്. അത് മുഴുവൻ കഴിച്ചു. ഓക്കെ ബൈ. ഐ ഹാവ് കഥ പറയണോ? കഥ പറയണ്ട. കഥ ബാക്കി വീട്ടുകാർ പറയുമല്ലേ? വീട്ടിൽ നിന്ന് പറയും. ഇല്ല, ഞാൻ അവള് പാട്ട് കേൾക്കാൻ പോയതാണ്. അപ്പൊ മുഖം കഴുകാൻ എന്തോ പോയപ്പോ ഒന്ന് ബാത്റൂമിൽ ഒന്ന് വീണതാ. ഒന്നും പറ്റില്ല. ഒന്നും പറ്റില്ല. ചെറുതായിട്ട് ഡിസ്പ്ലേ പൊട്ടി, അത് നഷ്ടന്നേ ഉള്ളൂ. വീട്ടുകാരന്റെ തെറി കേട്ടെന്നേ ഉള്ളൂ. വേറെ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. പറ്റിയിട്ടില്ല. കൊന്നുകളഞ്ഞ അത്രയും ഭാഗ്യം. ഞാനല്ലേ ഫോണിന്റെ റിംഗ് ടോൺ പോലെ. അല്ല. നെവർ ഹാവ് ഐ എവർ കട്ട് മൈ ഓൺ എയർ. മുടി സ്വന്തമായിട്ട് ഇട്ടിട്ടുണ്ടോ? അത് കള്ളത്തരമാണ്. എന്ത് കള്ളത്തരം? അതെല്ലാം ചെയ്ത കാര്യമല്ലേ? സ്വന്തം അവിടെ കഷണ്ടിയാക്കിയ ആളാണ് എന്നോട് ചോദിക്കുന്നത്. That question is cancelled. Okay. Officially. Okay. Never have I ever lost a bet. ഇല്ല എന്ന് പറയരുത്. എവിടെങ്കിലും ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ എന്തിന്റെ ടേസ്റ്റ് ആണെന്നറിയാമോ ഇതിന്? ഈ ഇടക്ക് മറ്റേ നൂഡിൽസ് ഒരു ഇതിൽ കപ്പ് ചെയ്ത് കിട്ടൂലേ, അതിന്റെ ടേസ്റ്റ്. കപ്പ് നൂഡിൽസിന്റെ ഇത്ര മോശമല്ല. പിടിക്കണോ? വേണ്ട പിടിക്കണ്ട. നെവർ ഹാവ് ഐ എവർ ഹാഡ് എ ഫ്രണ്ട്സ് വിത്ത് ബെനിഫിറ്റ്സ്. വേറെ മീനിങ് ഉണ്ട്. ഡബിൾ മീനിങ് ആണെങ്കിൽ അല്ല. ഡബിൾ മീനിങ് ആണ്. Never have I ever broken a bone. No. സീരിയസ് ആയിട്ടുള്ള ഇഞ്ചറീസ് ഇല്ല. എനിക്ക് വെച്ചിട്ടുണ്ട്. സ്കൂട്ടറൊന്ന് പറപ്പിച്ചു പോയതാണല്ലേ. അത് പറഞ്ഞു കൊടുത്തേ. അത് എനിക്കാണ് ഗുരുതരമായി പറ്റിയത്. അല്ല, ചേച്ചി അവിടെ ചെന്നപ്പോ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ അറിഞ്ഞത്. അയ്യോ തലകറങ്ങി വീണു. പെട്ടെന്ന് തലറങ്ങണ ആളാണ് ചേച്ചി. ഇൻഡക്ഷൻ വെച്ചാലും ആരെങ്കിലും കൂടെ പോണം. അങ്ങനല്ല, എനിക്ക് എന്തെങ്കിലും ആഴത്തിൽ എന്തെങ്കിലും ചെയ്ത അപ്പൊ തന്നെ തല കറങ്ങും. ആഴത്തിലല്ല, എന്ത് ചെയ്താലും. നേരത്തെ എന്തോ തമ്പിലെന്തോ ഇൻഡക്ഷൻ എടുക്കാൻ പോയിട്ട് എന്തോ പറ്റിയില്ലേ? തൈറോയ്ഡ് എടുക്കാൻ. അല്ല, തമ്പില്. അത് ഇഞ്ചക്ഷൻ അല്ല, ഇവിടെ മറ്റേ ഇതായിട്ട് വന്നതാ. പഴുത്ത് വന്നിട്ട് അവരെന്റെ അടുത്ത് എന്തോ കുത്തിയിട്ടില്ലേ. ഞാൻ നോക്കിയപ്പോ വേറെ കുറെ ഡോക്ടർമാരിങ്ങനെ പഠിക്കാൻ വേണ്ടി ഡോക്ടർ എന്നെ അവിടെ പരീക്ഷണ വസ്തു ആക്കിയിട്ട് നെക്കട് നോക്കുമ്പോ ഞാൻ എപ്പോഴേക്കും അവിടെ തന്നെ തലറങ്ങി വീട്. അങ്ങനത്തെ ഒരാളെ പിന്നെ എന്തെങ്കിലും ബ്ലഡ് ടെസ്റ്റ് എടുക്കാൻ പോയപ്പോ തലറങ്ങി. പക്ഷെ വാക്സിൻ എടുക്കാൻ പോയപ്പോ സീരിയസ് ഗുരുതരമൊന്നും ഉണ്ടായില്ല. സീരിയസ് ആയിട്ടൊന്നും ഇല്ല. അല്ല, ഐ മീൻ തലർക്കം അങ്ങനത്തെ പരിപാടിയൊന്നും ഉണ്ടായില്ലല്ലോ. എനിക്കിങ്ങനെ ബ്ലഡ് എടുക്കുക, അപ്പൊ എനിക്ക് പേടിയല്ല, എടുക്കുമ്പോ എന്റെ തല തന്നെ കറങ്ങണ്. തല തന്നെ ഇറങ്ങണം, പിന്നെ അത് എടുത്ത് കറക്കും. അപ്പോഴേക്കും അമ്മനെ പിടിക്കും. അങ്ങനത്തെ ഒരാളാ. എനിക്കങ്ങനെ കുഴപ്പമില്ല. എനിക്ക് ഇൻഡക്ഷൻ ഇഷ്ടമാണ്. കഴിഞ്ഞ പ്രാവശ്യം അമ്മയുടെ വീട്ടിൽ പരിപാടി ഉണ്ടായിരുന്നപ്പോ എപ്പൊ തലറങ്ങിയിടതല്ലേ? അല്ല, ഓണപ്പരിപാടിക്ക് എന്താണ് സുന്ദരിക്ക് പൊട്ടിവിടത് കറച്ചെത്തിയപ്പോ അയ്യമ്മ അതൊരു തലറങ്ങി വീട്. ഞാൻ വിചാരിച്ച എന്താണെന്ന് കറച്ചു തുടങ്ങുമ്പോ ദേവി ഇടയൊക്കെ. അങ്ങനത്തെ ഒരാളാണ്ടാ. കാരണം ഇത് മാത്രമേ അതുകൊണ്ട് ഒന്നാം സമ്മാനം പോയത്. അല്ലെങ്കിൽ ഇപ്പൊ കിട്ടിയാല് ഞാനല്ലേ അല്ല ചേച്ചി. Never have I ever spread a rumor I knew wasn't true. Okay. Do you want to explain? ഇല്ല. എന്നാലും പറ, ഒരു കാര്യം പറ. കുറെ കാര്യം ഉണ്ടാവുമല്ലോ. ഫ്രണ്ട്സ് ആയിട്ട് റൂമേഴ്സ് ഒക്കെ ചെയ്യാറുണ്ട്. അതൊക്കെ രസമല്ലേ? പക്ഷേ അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞ് അയാളറിയാനും നന്നായി, അല്ലെങ്കിൽ എന്നെ ഓടിച്ചിട്ടാണ്. കോളേജിലാണോ?
അങ്ങനെ ഇല്ല, സ്കൂളിലുണ്ടായിട്ടുണ്ട്. കോളേജ് ഫ്രണ്ട്സ് കാണുന്നെങ്കിൽ സൂക്ഷിക്കുക. ന്യൂ ഇയർ ഇല്ല ഇല്ല ഇല്ല, ആരും പേടിക്കണ്ട. Totally okay. നിങ്ങളെ പറ്റി എല്ലാ റൂമേഴ്സ് ഇവിടെ ബർത്ത്ഡേ വിചാരിച്ചു. ഇല്ല പറഞ്ഞു കൊടുക്ക്. ഇല്ല, സ്കൂളിൽ വെച്ചൊക്കെ ഉണ്ടായിട്ടുണ്ട്. കോളേജിലുണ്ടായിരുന്നു കേട്ടോ, ചെറുതായിട്ട്. എനിക്കറിയാം. Never have I ever gotten a sunburn. തന്നെ ഇവിടെ കറുത്ത പുള്ളി ഇപ്പൊ പിന്നെ കഴിഞ്ഞ ദിവസം ഇവിടെ കഴിഞ്ഞിരിക്കണ ഞാൻ കണ്ടതാണ്. അവിടെ സൺസ്ക്രീൻ അങ്ങനത്തെ കാര്യങ്ങളും സ്കിൻ കെയർ ഒന്നും ഉപയോഗിക്കാറില്ല. നന്നായിട്ട് സൺബേൺ കിട്ടുന്ന ആള് തന്നെയാണ്. ഇവിടെ സ്കിൻ കെയർ ചെയ്തിട്ടില്ല. കറുത്തിരിക്കണതായിരിക്കും. ഇല്ല ഇല്ല, സൺബേൺ കിട്ടിയിട്ടില്ല. കയ്യിലൊക്കെ സൺബേൺ ആണ്. എന്ത് കൊള്ളാതെ ക്വസ്റ്റ്യനാണ് ഇതാണോ? രണ്ടും കൊള്ളാം. ഓക്കെ, ചോദിച്ചോ. Never have I ever gone outside without a bra. Without a bra? I have never. Okay. Without a bra അല്ലേ? I have never. Okay. This is something personal. Okay, good night. അല്ല അങ്ങനത്തെ പേഴ്സണൽ അല്ല, നമ്മൾ തമ്മിലുള്ള. Never have I ever blamed my sibling for something you did. No. Sip it. How dare you? എന്റെ മുഖത്ത് നോക്കി പിന്നെ എന്തോരം കാര്യമുണ്ട്. സ്വന്തം സിബിളിന്റെ മുഖത്ത് നോക്കി കള്ളം പറയണത്. ഒരു കാര്യം പറഞ്ഞാൽ ചെയ്യുന്നു. എനിക്ക് കൊറേ ഉള്ള കാരണം ചിരിച്ചെടുക്കാൻ പറ്റില്ല. പണ്ട് തൊട്ട് അങ്ങനത്തെ ഒരാളാണ്. കുറച്ച് മുമ്പ് പോലെ വഴക്കിട്ട ആൾക്കാരൊക്കെ യൂട്യൂബ് വീഡിയോ എടുക്കുമ്പോഴേ തല്ലു പിടിച്ചാണ് തുടങ്ങണ തന്നെ. അങ്ങനത്തെ ഒരു കാര്യമുണ്ട്. തല്ലു പിടിച്ചാല് സ്നേഹം നിലനിർത്തും, അല്ലാലും വഴക്ക് കൂടുതലാണ്. തനിക്കും ദേഷ്യല്ല. ഇടക്ക് വെറുതെ പിച്ചു എനിക്ക് ഭ്രാന്ത് കയറും. ഞാൻ കൊറേ പറഞ്ഞുമ്പോ എനിക്ക് മതിയാവും. അവിടെ മോൻ കാണുമ്പോഴറിയാലേ. ഞാൻ മൈൻഡ് ചെയ്യാതെ ഇങ്ങനെ ഇരിക്കും. അപ്പൊ നിർത്തിക്കൊണ്ടു തന്നെ. ചോദിച്ചോ. ചേച്ചി വായിക്കണ്ട. ഇപ്പൊ എത്ര ക്വസ്റ്റ്യൻസ് ആവും? 11 ക്വസ്റ്റ്യൻസ് ആയോ? ഇത്രയോ ആയോ? ചേച്ചിയുണ്ടോ ഇനി ക്വസ്റ്റ്യൻസ്? നമുക്കിനി ഒരു അടുത്ത എപ്പിസോഡായിട്ട് ചെയ്താലോ? പിന്നെ നമുക്കൊരു കോമൺ ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ കൂടി ആയിട്ട് ചോദിക്കാം. ഓക്കെ, ഒരെണ്ണം സെലക്ട് ചെയ്തോ. Never have I ever sung karaoke. കരോക്കെ ഏതാ വരുന്നത്? അല്ലേ? പോയി സെർച്ച് ചെയ്യരുത്, അത്രേ ഉള്ളു. എനിക്ക് എല്ലാരും എന്റെ ഫോളോയാണ് നമ്മി തമ്മിച്ചു. പിന്നെ അതിന്റെ ഇടക്ക് റെസിപ്പി ഞാൻ പാടിയിട്ടുണ്ട്. പക്ഷെ നിങ്ങക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. ഞാൻ ഡിലീറ്റ് ചെയ്ത് കണ്ടിട്ട് ഫ്രണ്ട്സിനൊക്കെ ഞാൻ അയച്ചു കൊടുക്കാറുണ്ട് പാട്ടൊക്കെ പാടിയിട്ട്. ദൈവം അവര് കാണുകയാണെങ്കിൽ നല്ല നല്ല പാട്ട് നിങ്ങൾ കണ്ടാത് പൊറുക്കൂല. ഒറ്റക്ക് റൂമിൽ പോയിരുന്ന് പാടാറുണ്ട്. അമ്മ ചോദിച്ചിട്ടുണ്ട് ഒരു പ്രാവശ്യം കരയണോ. അയ്യോ, നിങ്ങൾ പോയി ഉടനെ ഒന്ന് സെർച്ച് ചെയ്യരുത്. നിങ്ങൾ പേടിച്ചു. ഞാൻ ലിങ്ക് കൊടുക്കാം. പ്രത്യേകിച്ച് രാത്രിയിലൊന്നും ദുസ്വപ്നമൊക്കെ കാണും നിങ്ങൾ. ഓക്കെ, ഒരെണ്ണം കൂടി ചോദിച്ചാലോ? ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യൻ കേട്ടോ. കുറച്ചും കൂടി സ്പൈസി ആയിട്ടുള്ളത് ചോദിക്കും. എല്ലാം ചെയ്ത കാര്യം തന്നെ ചോദിക്കാൻ പേടിയാണല്ലേ. Never have I ever had a crush on someone in our class. സാറുമാരും നല്ല ക്ലാസ് പിള്ളേരല്ലേ? മനുഷ്യരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്നോട് യാറിട്ടില്ല. അത് കിട്ടിയപ്പോ പിള്ളേരുണ്ട് ക്ലാസ്സില്. ഇല്ലില്ല, ഈ ക്ലാസ് ആണ് കേട്ടോ. ഓക്കെ, എനിക്ക് ഉണ്ടായിട്ടില്ല. അവൾക്ക് വേറെ ക്ലാസ്സിലെ ചെറിയ ചെക്കന്മാരോട് ഇഷ്ടം. സീനിയേഴ്സ് കുഴപ്പമില്ല, പിന്നെ ജൂനിയേഴ്സേ ഉള്ളൂ. ജൂനിയേഴ്സ് ആവില്ലേ?
അങ്ങനെയല്ല, സ്വന്തം ക്ലാസ്സിൽ ക്രഷ് ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പുറത്തെ ക്ലാസ്സിലുണ്ടായിരുന്നു. അപ്പത്തെ ക്ലാസ്സിലില്ല. സിനിമയിലെ പറഞ്ഞ പോലെ എല്ലാ സുന്ദരി പെണ്ണുങ്ങളും അല്ല അപ്പുറത്തെ ക്ലാസ്സിലായിരുന്നു. സത്യം. പിന്നെ സീനിയേഴ്സിനോടൊക്കെ ക്രഷ് ഉണ്ടായിട്ടുണ്ട്. തനിക്കില്ലേ? അങ്ങനെ ഇടക്ക് ഇതൊരു സമയകാലമൊക്കെ ഉണ്ടായില്ലേ? ഓക്കെ. ഇപ്പൊ എത്ര ഉള്ളല്ലോ ക്വസ്റ്റ്യൻസ്? ഒരു 10 to 12 ക്വസ്റ്റ്യൻസ് ആയെന്ന് തോന്നുന്നത്. പിന്നെ ബാക്കി 2 ക്വസ്റ്റ്യൻസ് നമ്മൾ കോമൺ ആയിട്ടാണ് ചോദിച്ചത്. ഞങ്ങൾ ഇനിയും കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിട്ട് അടുത്ത ഇത് എപ്പിസോഡ് 1 ആയിട്ട് നെവർ ഹാവ് എവർ. അടുത്ത സാറ്റർഡേ എപ്പിസോഡ് 2 ആയിട്ട് നമ്മൾ ഇറക്കും. ഇതിനേക്കാൾ അടിപൊളി ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വല്ല ക്വസ്റ്റ്യൻസ് സജഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. നിയർ റിലേഷൻഷിപ്സിനെ പറ്റിയൊക്കെ അതിൽ പറയും. അയാളെ പോലെ അറിയാത്ത റിലേഷൻഷിപ്പ് അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ കുറച്ചുകൂടി സ്പൈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിട്ട് വരും ഞങ്ങൾ. അത് അടുത്ത എപ്പിസോഡായിട്ട് നമ്മൾ ഇറക്കും. അപ്പോൾ ഇത്രേ ഉള്ളൂ. നമുക്ക് ബൈഡപ്പയാ ഈ സെക്ഷൻ. അപ്പം നെവർ ഹാവ് എവർ അടുത്ത എപ്പിസോഡ് ഇറക്കും. അതും മറക്കാതെ കേൾക്കണം. ഓക്കെ, നമുക്ക് ഒരുമിച്ച് ബൈ പറയാം. ബൈ.